ഹലോ ഗൈസ്, വെൽക്കം ടു യൂറോപ്യൻ ഡ്രീംസ്. അവന്തി ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എപ്പോഴും ഞങ്ങളടുത്ത് പോകാൻ വേണ്ടി പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് ഡൈനോ പാർക്കിലേക്കാണ്. പലതവണ ഞങ്ങളിവിടെ ഷോപ്പിങ്ങിനായിട്ട് ഈ മാളിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞങ്ങൾ ഡൈനോ പാർക്കിലേക്ക് പോയിട്ടില്ല. മോള് പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകണം എന്നൊക്കെ. പക്ഷെ ഞങ്ങൾ നൈസായിട്ട് സ്കിപ്പ് ചെയ്യായിരുന്നു. ഈ പ്രാവശ്യം അവൾ എന്തായാലും പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടത്തേക്കായിട്ട് മാത്രമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ടിക്കറ്റ് എടുക്കാനായാലും എല്ലാത്തിനും അവൾ തന്നെയാണ് മുന്നിൽ നിന്നെല്ലാം ചെയ്യുന്നത്. ഇവിടെ അഡൾട്ട്സിന് ടിക്കറ്റിന് വരുന്നത് 5400 ആണ്. കുട്ടികൾക്ക് 3500 ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ പാർക്കിൽ വലിയ റഷോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പം സമ്മറായല്ലോ. സമ്മറാകുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഹംഗറിയിൽ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ജുറാസിക് പാർക്ക് ഫിലിം കണ്ടവർക്ക് അറിയാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഫിലിമിലെ അതേ മ്യൂസിക്കാണ്. ഏകദേശം ഫിലിമിലെ പല കഥാപാത്രങ്ങളും മീൻസ് പല ഡിനോസറുകളുടെ ഡെമോ ആണ് ഇവിടെ കുട്ടികൾക്കായിട്ട് ഇവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ രാവിലെ പോയതുകൊണ്ട് ഇവിടെ വലിയ റഷോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പാർക്കിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. ഇവിടെ ഇൻഫർമേഷൻ ബോർഡ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സൂവിലൊക്കെ പോകുമ്പോൾ കാണുന്നില്ലേ, അതേപോലെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻ ബോർഡുകളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. പക്ഷേ വെയിലൊന്നും മോള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാണുന്നില്ല. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലായിടത്തും ഓടി നടക്കുകയാണ്. അവന്റെ ഇഷ്ടായ ഇവിടെ പോണം തോന്നുന്നു.
അത് കണ്ട അവിടെ അവന്തി ഇവിടെ ഈ ഡൈനോസറിൻ്റെ തല ചെറുങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് പ്ലേ ഗ്രൗണ്ടൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. മിക്കതും എന്താ പറയുക, ഡൈനോസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കളിക്കുന്ന ഏരിയാസാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സൈഡിൽ കാണുന്നത് ചെറിയൊരു എന്താ പറയുക, ഒരു മോണിറ്റർ പോലെ അവർ സെറ്റ് ചെയ്തിട്ട് ഡൈനോസറിൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി, ഒരു കാർട്ടൂൺ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സൗണ്ട് എഫക്റ്റാണ്. ശരിക്കും നമ്മളിവിടെ കയറുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. നമ്മൾ ഒരുപാട് ഡൈനോസറിൻ്റെ ഇടയിലൂടെ നടന്നു പോകുന്നൊരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പല ഡൈനോസേഴ്സും മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഡൈനോസറിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ തല മൂവ് ചെയ്യുമോ എന്നുള്ള ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ഇത്. ഒരാളിവിടെ ഡൈനോസർ എഗ്ഗിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരുന്ന് അത് കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ്. ഈ കാണുന്നത് നമുക്കിങ്ങനെ കാറ്റ്, നമുക്കൊരു എന്താ പറയുക, കൊടുങ്കാറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്പോട്ടാണിത്. അതേപോലെ തന്നെ വലിയവർക്കും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു കാണുന്നില്ലല്ലോ, ഇതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് റിഫ്രഷ്മെൻറ്റ് സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നല്ല രസമായിട്ടുള്ളൊരു സ്പോട്ടായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങളെന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ കുട്ടികൾക്ക് ടാറ്റു അടിക്കുന്ന ഏരിയാസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഡിസൈൻ വരുന്നത് ഡൈനോസറിൻ്റെ തന്നെയാണ്. അതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ആണ്. ഞങ്ങൾ ആ ഏരിയയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പോവുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് അവിടെ കുട്ടികൾക്ക് അവർ ടാറ്റു ചെയ്ത് കൊടുക്കും. അതിങ്ങനെ നോർമൽ ടാറ്റു ഇല്ലേ, ഇങ്ങനെ 1 വീക്കൊക്കെ ഉള്ള സ്റ്റിക്കർ ടാറ്റു പോലെ അങ്ങനെയുള്ള ടാറ്റൂസാണേ. ഞങ്ങൾ നേരത്തെ അതിൽ പാസ് ചെയ്ത സമയത്ത് അവിടെ ഒരു 3D ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് പോലെയുണ്ട്, അതിലേ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഡൈനോസർ ഇങ്ങനെ അടുത്തേ കൂടെ പറന്ന് വരുന്നതായിട്ട് തോന്നുന്നു പറഞ്ഞു. അപ്പം ഞങ്ങളത് നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഞങ്ങൾ മോളെ കുറച്ച് സമയം കൂടി അവിടെ കളിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അവന്തീൻ്റെ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് യൂറോപ്യൻ ഡ്രീംസ്. സീ യു സൂൺ. ബൈ.